ഹലോ, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എമർജൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറ്റിയാണ്. ഉദാഹരണത്തിന് നമ്മളൊരു വെള്ളം എടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ ഏറ്റവും ചെറിയ സംഭവം എന്താണ്? നമുക്കതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കണം. അപ്പം അതിൻ്റെ ഏറ്റവും ചെറിയ സംഭവം എന്ന് പറഞ്ഞൊരു വാട്ടർ മോളിക്യൂളാണല്ലേ. ഈ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റവും H2 രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാണ്. അതിൽ നിന്നുള്ള കെമിക്കൽ ബോണ്ട്സ് ഇങ്ങനെ വരുന്നു. അപ്പോൾ ആ കെമിക്കൽ ബോണ്ട് അതിനെപ്പറ്റി ആ ഒരു ഒറ്റ ആറ്റത്തെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പ്രത്യേകിച്ച് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. ഒരു 2-3 വാട്ടർ മോളിക്യൂള് ഒരുമിച്ച് കൂടിയാലും അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം കോടി 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 മോളിക്യൂൾസ് ഉള്ള ഒരു മഗ് വെള്ളത്തിൽ നോക്കിക്കഴിയുമ്പം അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലേ. അതിന് ഇത്ര വെയിറ്റ് ഉണ്ട്, ഇത്ര വോള്യൂം ഉണ്ട്, അതിനൊരു തരം സർഫസ് ടെൻഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിന് ഒരു പ്രഷറുണ്ട്, അത് കംപ്രസിബിൾ ആകുമ്പോൾ അതിനൊരു ഹൈഡ്രോസ്റ്റാറ്റിക് ലോസ് വരും, അതിന് ബോയിലിംഗ് പോയിൻ്റ് ഉണ്ട്, അത് ബോയിലിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കഴിഞ്ഞിട്ടാണ് അത് ഗ്യാസ് ആവുന്നതെന്ന് നമുക്കറിയാം. അത് കൂള് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും, അത് ഐസാകും. ഓഫ് കോഴ്സ് ഇത് ഓൾ ഡിപ്പെൻസ് ഓൺ അതിൻ്റെ മോളിക്യൂൾസിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീസ് ആണ് അതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാലും അത് വേറൊരു ലെവലിൽ, വെള്ളം എന്നുള്ള ഒരു ലെവലിൽ അതിൻ്റെ പ്രഷറും അതിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാനായിട്ട് നമുക്കതിൻ്റെ മോളിക്യൂൾസിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ഈവൻ അത് ഇൻട്രാക്ട് ചെയ്യുന്ന, അതായത് ആയിരക്കണക്കിനല്ല കോടിക്കണക്കിന് എണ്ണം എങ്ങനെ അഗ്രഗേറ്റിൽ ആവറേജ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയണമെങ്കിൽ അത് വേറൊരു ലെവലിൽ നമ്മൾ അനാലിസിസ് നടത്തണം. അതായത് ഹോൾ ഈസ് മോർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്നാണ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിൻ്റെ ആ ചെറിയ കമ്പോണൻസ് മാത്രം നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള ഹയർ പ്രോപ്പർട്ടീസിനെ പറ്റി ഒരു ഐഡിയയും കിട്ടണമെന്നില്ല. ഈ ഒരു ഐഡിയ ആദ്യം കൊണ്ടുവന്ന ആൾ അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം 2300 കൊല്ലങ്ങൾ മുമ്പേ ഈ ഒരു കാര്യം പറഞ്ഞു, ദ ഹോൾ ക്യാൻ ബി മോർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്നുള്ളതാണ്. അത് വളരെ കറക്റ്റാണല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം എടുത്തു നോക്കൂ. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുകയാണ്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് നല്ലൊരു വീഡിയോ എടുത്ത് നിങ്ങളെ ഇമ്പ്രസ് ചെയ്ത് ഒരു നല്ല വീഡിയോ എടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഈ മോട്ടിവേഷൻ്റെ കാരണം? അപ്പം നമുക്ക് പലതും പല എക്സ്പ്ലനേഷൻസ് പറയാം. എൻ്റെ തലച്ചോറിനകത്ത് പിന്നെ അതിനേക്കാളും മുമ്പ് സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻസ് പറയാം. ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു ആളെന്ന നിലയ്ക്ക് എനിക്ക് ചില ഇവല്യൂഷണറി ചോദനകളും സമൂഹം കൊടുക്കുന്ന ചില ചോദനകളുമുണ്ട്. ആ ചോദനകളനുസരിച്ച് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ അളക്കാൻ പറ്റുമോ? അത് അളക്കാൻ പറ്റും. ചിലർ ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിരിക്കും, ചിലർ ഇൻട്രോവേർട്ടഡ് ആയിരിക്കും, ചിലർ എക്സ്ട്രോവേർട്ടഡ് ആയിരിക്കും. പക്ഷേ ഈ സൈക്കോളജി ഒക്കെ കുറേ സൈക്കോളജിക്കൽ ജനറലൈസേഷൻസ് ലോസും ഉണ്ട്, നമുക്കറിയാം. പക്ഷേ ഈ സൈക്കോളജിയൊക്കെ എമർജ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ന്യൂറോ സയൻസിൽ നിന്നാണ്. അപ്പം ഞാൻ എൻ്റെ ബ്രെയിൻ തുറന്ന് അതിനകത്ത് എല്ലാ ന്യൂറോൺസും പഠിച്ചു. ആ ന്യൂറോൺസിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അങ്ങനെ പോകുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇങ്ങനെ വരുന്നു, ആ ഒരു ഏരിയ ലൈറ്റപ്പ് ചെയ്യുന്നു, ആ ഏരിയയിൽ നിന്ന് ഈ ഏരിയയിലേക്ക് കണക്ഷൻ പോകുന്നു. ഈ ന്യൂറോ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസ് ശരിക്കും സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻസ് അങ്ങനെ തന്നെ മാപ്പ് ചെയ്ത് തരുന്നുണ്ടോ? പാടാണ്. ചുരുക്കി പറഞ്ഞാൽ ന്യൂറോ സയൻസ് മാത്രം പഠിച്ചാൽ ഒരാൾക്കൊരു സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റില്ല. അതേസമയം ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ന്യൂറോ സയൻസ് എന്ന് പറയുന്നത്? ഒരു ന്യൂറോണെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇത്രയും ന്യൂറോൺസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല. പക്ഷേ ന്യൂറോൺസിനകത്ത് എന്താണുള്ളത്? കുറേ കെമിക്കൽസ് ആണുള്ളത് അല്ലേ. കുറേ കെമിക്കൽസ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അങ്ങനെ പോകുന്നു, റിസപ്റ്റർ പ്രോട്ടീൻ മോളിക്യൂൾസിലേക്ക് അടുക്കുന്നു, അപ്പോൾ പ്രോട്ടീൻ കാൽഷ്യം റിലീസ് ചെയ്യുന്നു, അപ്പോൾ സെല്ലിനകത്തേക്ക് കാൽഷ്യം വരുന്നു, അപ്പോൾ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അങ്ങനെ പോകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രിയാണ് അവിടെ നടക്കുന്നത്. പല പല റിയാക്ഷൻസ് നടക്കുന്നു, പല പല കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ കെമിസ്ട്രി മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെയാണ് ലൈഫ്. ഒരു സെല്ല് നോക്കൂ, അതിനകത്ത് DNA ഉണ്ട്, RNA ഉണ്ട്, മോളിക്യൂൾസ് ഉണ്ട്, കുറേ ഓർഗനലസ് ഉണ്ട്, ആ സെൽസ് ഉണ്ട്. സെല്ലുകൾ തമ്മിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സെല്ലിനകത്തെ ന്യൂക്ലിയസും ഇതും തമ്മിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാം അവസാനം വരുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പം നമുക്ക് പറയാം ബയോളജി ഈസ് കെമിസ്ട്രി.
ബയോളജി കെമിസ്ട്രിയാണ്. പക്ഷേ ഈ ലോസ് ഓഫ് ബയോളജിക്കൽ നിയമങ്ങളും ബയോളജിയും കെമിസ്ട്രി പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ മോളിക്യൂൾസ് ഇൻട്രാക്ഷൻസ് വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ? ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. അതേസമയം കെമിസ്ട്രി എന്താണ്? കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംസ് ആണ്. ആറ്റംസിൻ്റെ അകത്ത് ഉള്ളത് എന്തൊക്കെയാണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. പ്രോട്ടോൺസും ന്യൂട്രോൺസിൻ്റെ അകത്ത് എന്താണ്? ക്വാർക്സ് ആണ്. ക്വാർക്സ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ന്യൂക്ലിയസ് ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ്, ഫോട്ടോൺസ് എല്ലാം വയ്ക്കുമ്പോഴാണ് അതങ്ങനത്തെ പല പല പാർട്ടിക്കിൾസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലോകത്തെ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അതാണ് ക്വാണ്ടം മെക്കാനിക്സ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് ആണ് നമ്മളുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ തിയറി. ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയില്ല അതെന്താണെന്ന്. കാരണം ഇവിടെ മൊത്തം ക്വാണ്ടം ഫീൽഡ്സ് ഉണ്ട്. ക്വാണ്ടം ഫീൽഡ്സിലൊക്കെ പ്രോബബിലിസ്റ്റിക് എക്സൈറ്റേഷൻസ് വരുന്നതാണ് ഓരോ പാർട്ടിക്കിൾസും. ആ പാർട്ടിക്കിൾ ഇൻട്രാക്ഷനുകളാണ് ഈ ഫോഴ്സസ് ആയിട്ടും മാറ്ററായിട്ടും മാസ്സായിട്ടും ഒക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഇൻട്രാക്ഷൻസ് വെച്ച് നമുക്ക് പിന്നെ എന്തിന് ഫിസിക്സ്, എവരിഡേ ഫിസിക്സ്, ന്യൂട്ടോണിയൻ ഫിസിക്സ് പോലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. പിന്നെയല്ലേ ഈ ക്വാണ്ടം മെക്കാനിക്സ് വെച്ച് നമുക്ക് ലൈഫിനെയോ, ക്വാണ്ടം മെക്കാനിക്സ് വെച്ച് നമുക്ക് ബ്രെയിനിനെയോ, ക്വാണ്ടം മെക്കാനിക്സ് വെച്ച് നമുക്ക് കോൺഷ്യസ്നെസ്സിനെയോ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ആരും വിചാരിക്കുന്നില്ല. അപ്പം ഫിലോസഫേഴ്സ് 2 തരം എമർജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്ട്രോങ് എമർജൻസ്, ഒന്ന് വീക്ക് എമർജൻസ്. വീക്ക് എമർജൻസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ തിയറി നമുക്ക് ഇഷ്ടം പോലെ ഇൻഫിനിറ്റ് കമ്പ്യൂട്ടേഷണൽ പ്രോസസ്സസ് ഉണ്ട്. നമുക്ക് എല്ലാം കണക്കാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ക്വാണ്ടം ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ എന്താണ് എന്ന് എക്സാക്റ്റായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള എല്ലാ ന്യൂറോൺസും 80 ബില്യൺ ന്യൂറോൺസും എങ്ങനെയാണ് എക്സാക്ട്ലി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അടുത്ത നിമിഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ ഇൻ തിയറി പറ്റും. ഇൻ തിയറിയേ പറ്റുള്ളൂ, പ്രാക്ടിക്കലായിട്ട് അപ്പോഴും പറ്റണമെന്നില്ല. പക്ഷേ സ്ട്രോങ് എമർജൻസിക്കാർ പറയുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയാൽ പോലും ആ നെക്സ്റ്റ് ലെവലുള്ള ലോസിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല, ഇൻ പ്രിൻസിപ്പിൾ പോലും എന്നാണ് സ്ട്രോങ് എമർജൻസി പറയുന്നത്. അപ്പം അതിന് ക്രിറ്റിസിസം ഉണ്ട്. അപ്പോൾ സ്ട്രോങ് എമർജൻസി ഒരുതരം മാജിക് ആണോ എന്നൊക്കെ ഉള്ളതാണ് അടുത്ത ചോദ്യങ്ങൾ. അതൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മളുടെ ഈ ലോകത്തെ പറ്റിയുള്ള മിസ്റ്ററീസിൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വളരെ സങ്കീർണമായ ഈ ലോകത്തിനുള്ള പല ഒരു നിഗൂഢതകളിലൊന്നാണ് എങ്ങനെയാണ് ഈ എമർജൻസ് വരുന്നതും എമർജൻറ്റ് ലോസ് വരുന്നതും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലായത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് കുറേ ലോസ് ഉണ്ട്. അത് എക്സാക്റ്റ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് അത് ഒരുമാതിരി പ്രോബബിലിസ്റ്റിക് ആയിട്ടെങ്കിലും അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും ആറ്റംസും മോളിക്യൂൾസും കെമിസ്ട്രിയും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കെമിക്കൽ ലോസ് ഉണ്ട്. എനർജി, പിന്നെ ഫ്രീ എനർജി, അതനുസരിച്ച് കെമിക്കൽ റിയാക്ഷൻ അങ്ങോട്ട് പോവുമോ ഇങ്ങോട്ട് പോവുമോ, കാറ്റാലിസ്റ്റ് എന്ത് ചെയ്യും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ലോസായിട്ട് നമുക്ക് നെക്സ്റ്റ് ലെവൽ നിയമങ്ങൾ, പ്രകൃതി നിയമങ്ങളായിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ജീവനുള്ളതും ഇല്ലാത്തതും, വെതർ പാറ്റേൺസ്, യൂണിവേഴ്സ് ഉണ്ടാവുന്നത്, മാസ് ഉണ്ടാവുന്നത്, പിന്നെ സൂര്യൻ ഉണ്ടാവുന്നത്, സൂര്യൻ, ഭൂമി, അതുപോലെ സോളാർ സിസ്റ്റംസ് ഉണ്ടാവുന്നത്, സ്റ്റാർസ് ഉണ്ടാവുന്നത്, ഇതിനൊക്കെ ഓരോ തരം ലോസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ നെക്സ്റ്റ് ലെവലിലേക്കാണ് വരിക. ലൈഫ് എന്ന് പറയുന്ന കോംപ്ലക്സ് ആകുമ്പോഴത്തേക്കും ആ ലൈഫിന് വേറെ കുറേ നിയമങ്ങളാണ്. ഇവല്യൂഷണറി പ്രോസസ്സസ്, മ്യൂട്ടേഷൻ, അതിനനുസരിച്ച് സെല്ലുലാർ മെക്കാനിസം, സെല്ലുലാർ റിയാക്ഷൻസ്, സെൽസ് തമ്മിലുള്ള സിഗ്നലിംഗ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആകുമ്പോഴത്തേക്കും ഹോർമോൺസ് അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, അതിന് കുറേ ലോസ് ഉണ്ട്. പക്ഷെ ആ ലോസൊന്നും മുകളിലോട്ട് വരുന്തോറും എക്സാക്റ്റ് ആവണമെന്നേ ഇല്ല. വളരെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ജനറലൈസേഷൻസ് ആയി മാറാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ജനറലൈസേഷൻസ് ആയിട്ട് മാറാം. അതിൻ്റെ ഹയസ്റ്റ് ലെവൽ നമ്മുടെ സൊസൈറ്റീസ്, ആൻഡ് കോളനീസ്, ഉറുമ്പിൻ കൂട്ടങ്ങൾ, മനുഷ്യക്കൂട്ടങ്ങൾ ഒക്കെ ആകുമ്പോഴത്തേക്കും, സോഷ്യോളജി ഒക്കെ ആകുമ്പോഴത്തേക്കും ആ നിയമങ്ങൾ വളരെ ടെൻറ്റേറ്റീവ് ആവുന്നു. എന്നാലും കുറേ ജനറലൈസേഷൻസ് നമുക്ക് കാണാം. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് ആണ്. എന്താണ് എക്കണോമിക്സ്? മനുഷ്യന്മാർ പലതും ചെയ്യുന്നു, കാശുകൊണ്ട് പലതും ചെയ്യുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു, ജോലി ചെയ്യുന്നു,
ഇതിൻ്റെയൊക്കെ ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടീസിനെ പഠിക്കുന്ന ശാസ്ത്രമാണ് എക്കണോമിക്സ്. പക്ഷെ അതിൻ്റെ എത്ര മാത്തമാറ്റിക്കലായിട്ട് നോക്കിയാലും അതിന് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റീസ് മാത്രമേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. പക്ഷെ എന്നാൽ പോലും ആ ലെവലിലും ജനറലൈസബിൾ നിയമങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ലെവലിലും നിയമങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് വരുന്നു. സ്പോണ്ടേനിയസ് എന്ന് പറയാൻ പറ്റില്ല, പലതരം സെലക്ഷൻ പ്രോസസ്സസും അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പക്ഷേ ഇതിനെപ്പറ്റി വളരെയധികം പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആർക്കും ഇതിനൊരു ശരിയായ പിടുത്തം കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.